ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഒരു വാട്ട് ഈറ്റിൻ്റെ വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് മുന്നേ ഞാൻ ഒരു മട്ടൻ സൂപ്പിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് റെസിപ്പി വീഡിയോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് എന്നും ചെയ്യുന്നത് പോലെ തന്നെ വാട്ട് ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ തയ്യാറെടുപ്പിലാണ്, കിച്ചണിലായിരുന്നു. വലിയ കാര്യമായിട്ടുള്ള കുക്കിങ്ങും ഒന്നും ഇല്ലാത്ത ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എടുത്തിരിക്കുന്നത് നൈസ് പത്തിരിയാണ്. അപ്പോൾ നൈസ് പത്തിരിയുടെ കൂടെ കഴിഞ്ഞ ദിവസം നമ്മൾ റെഡിയാക്കിയിരുന്ന മട്ടൻ കറി, അപ്പോൾ മട്ടൻ കറി കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നൈസ് പത്തിരിയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ ആവശ്യത്തിന് സ്പൈസി ഒക്കെ ആയിട്ടുള്ള മട്ടൻ കറി, പിന്നെ എന്നത്തെയും പോലെ തന്നെ ഒരു ഗ്ലാസ് ചൂട് ചായ. അപ്പോൾ ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിന് റെഡിയാക്കിയിരുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു പത്തിരി എന്ന് പറയുന്നത് റെഡിമെയ്ഡായിട്ട് നമ്മൾ വാങ്ങിച്ച പത്തിരിയാണ്. പിന്നെ കറി കഴിഞ്ഞ ദിവസത്തെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വലിയ കാര്യമായിട്ടുള്ള കുക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കുകയാണ്. അപ്പോൾ 3 നൈസ് പത്തിരി എടുത്തു. അതിലേക്ക് നമുക്ക് വളരെ കുറച്ച് കറി മതി. കാര്യം വളരെ കുറച്ച്, ഇതെന്ന് പറയുന്ന ഒരു സെമി ഗ്രേവിയിലാണ് ഞാൻ കറി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ വളരെ കുറച്ച് കറി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് 2-3 പത്തിരി കഴിക്കാം. കാരണം ഒരു തിക്കായിട്ടുള്ള രീതിയിലാണ് കറി റെഡിയാക്കിയിരിക്കുന്നത്. പിന്നെ കുറച്ച് സ്പൈസി ആയിട്ടാണ് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ നല്ല ചൂട് പത്തിരിയും നല്ല ചൂടോട് കൂടിയിട്ടുള്ള കറിയും നല്ല ചൂട് ചായയും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ്, അതായത് കുക്കിംഗ് ഒന്നും ഇല്ലാത്ത വളരെ ഈസി ആയിട്ടുള്ള ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ ഞാൻ വീഡിയോയിൽ അങ്ങനെ എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യാത്തൊരു കാര്യമാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ തന്നെ മോളെ താഴെ പിക്ക് ചെയ്യാൻ പോകാറുണ്ട്. സ്കൂള് കഴിഞ്ഞിട്ട് അവളെ പിക്ക് ചെയ്യാൻ പോകാറുണ്ട്. അപ്പോൾ ഞാൻ താഴേക്ക് പോയി. അത്യാവശ്യം നല്ല ചൂടാണ്. അപ്പോൾ ഇപ്പോൾ ടൈമെന്ന് പറയുന്നത് ഒരു 11:30 ആയിട്ടുണ്ട്. നല്ല ചൂടാണ്, നമുക്ക് പുറത്ത് ഒന്ന് ഇറങ്ങി നിൽക്കാൻ പറ്റാത്ത അത്രയും ചൂടാണ്. അപ്പോൾ കറക്റ്റ് തൊട്ട് അടുത്ത് തന്നെ ബസ് വരും. അപ്പോൾ നമുക്ക് ഒരുപാട് വെയിലും കൊണ്ട് പുറത്തേക്ക് പോകണ്ട, അവിടെ തന്നെ നിന്ന് മോള് കയറി വന്നോളും. സ്കൂൾ ബസ് എത്തി. അങ്ങനെ സാറാനെ പിക്ക് ചെയ്ത് സാറാനെ കൊണ്ടുപോയതിന് ശേഷം ഇനി ബാക്കിയുള്ള കുക്കിങ്ങും വിശേഷവും കാര്യങ്ങളിലൊക്കെ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ സാറ തിരിച്ചു വന്നു. അങ്ങനെ ഇന്ന് ഉച്ചയ്ക്കും ഒരു തട്ടിക്കൂട്ട് തന്നെയാണ്. രാവിലെ ഒരു തട്ടിക്കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഉച്ചയ്ക്കും ഇന്ന് കാര്യമായിട്ട് കുക്കിങ് ഒന്നുമില്ല. ചില ദിവസങ്ങളിൽ ഒരു ബ്രേക്ക് എടുക്കാൻ തോന്നും. അപ്പോൾ കുക്കിംഗ് എന്ന് പറയുന്നത് കുറച്ച് മടിയുള്ള ദിവസങ്ങളിൽ ഇതുപോലെ നമ്മൾ തട്ടിക്കൂട്ടിയുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒരു ദിവസം കഴിഞ്ഞുകൂടുന്നത്. അപ്പോൾ ഇന്ന് ലഞ്ച് ടൈമായി. ലഞ്ചിന് വേണ്ടി നമ്മൾ ചോറെടുത്തു. പിന്നെ മോര് കാച്ചിയത് നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് ഫ്രഷായിട്ട് മോര് കാച്ചി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചമ്മന്തിപ്പൊടി, പിന്നെ ഉപ്പും കുറച്ച് സവോളയും അതുപോലെ തന്നെ ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ട് നമ്മൾ ചിക്കി കുറച്ച് മുട്ട പൊരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ ധാരാളം. പിന്നെ കുറച്ച് ഗാർലിക് പിക്കിളും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ തട്ടിക്കൂട്ട് ലഞ്ചാണെങ്കിലും നമുക്ക് ആവശ്യത്തിന് കറിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഉച്ചയൂണ് റെഡിയാക്കി. അപ്പോൾ ഗാർലിക് പിക്കിളും കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്കൂള് വിട്ട് വന്നതിന് ശേഷം സാറയ്ക്ക് പത്തിരിയും കറിയൊക്കെ കൊടുത്തു. അതിനുശേഷം ഇപ്പോൾ ഒരു ലഞ്ച് ടൈം ഒരു 1:30-2 ഒക്കെ ആയപ്പോഴത്തേനും, ഉച്ച ഊണിൻ്റെ സമയം ആയപ്പോഴത്തേനും എനിക്ക് കഴിക്കാനാണ് ഞാനിതെടുത്തത്. പിന്നെ നമ്മുടെ ആ ഒരു രാവിലത്തെ മട്ടൻ ഗ്രേവി ഉണ്ടല്ലോ, കുറച്ച് ഗ്രേവി ഉണ്ടായിരുന്നു, അതും കൂടി ഞാൻ ചോറിലേക്ക് ചേർത്തു. എനിക്ക് മോര് കാച്ചിയതിൻ്റെ കൂടെ ചിക്കൻ കറി, അതുപോലെ തന്നെ മട്ടൻ കറി, ബീഫ് കറി, അങ്ങനെയുള്ള കറികളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ വളരെ കുറച്ച് ഒഴിച്ചുള്ളൂ. ഒരുപാട് ഒഴിക്കുന്നതിനേക്കാളും ആ ഒരു കുറച്ച് സ്പൈസി ആയതുകൊണ്ട് ചോറിന് അതും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ ചോറും ചമ്മന്തിപ്പൊടി, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്പെഷ്യൽ ചമ്മന്തിപ്പൊടിയാണ്. ചോറും അതുപോലെ തന്നെ മട്ടൻ കറിയും മോര് കാച്ചിയതും ചമ്മന്തിപ്പൊടിയും മുട്ട ചിക്കിയതും എല്ലാം കൂടെ ചേർത്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ലഞ്ച്, സിമ്പിളായിട്ടുള്ള ഒരു ഉച്ചയൂണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒന്നുമേ കുക്ക് ചെയ്തില്ല. കുറച്ച് ചോറും വെച്ചു, അതുപോലെ തന്നെ ഇപ്പോൾ മുട്ടയും പൊരിച്ചു. ബാക്കിയെല്ലാം നമ്മുടെ കയ്യിൽ പിക്കിളായിട്ടും ചമ്മന്തിപ്പൊടിയും മോര് കാച്ചിയതും മട്ടൻ കറിയും എല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് മടി
പിടിച്ചിരുന്നാലും നമുക്ക് കഴിക്കാനായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും അതുപോലെ തന്നെ ലഞ്ചിനാണെങ്കിലും കാര്യമായിട്ടൊന്നും തന്നെ കുക്ക് ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ ഒരു ഈവനിങ് ടൈം ഒക്കെ ആയപ്പോഴത്തേനും ഇക്ക വന്നപ്പോഴത്തേനും നമ്മൾ നല്ല ചൂട് ബ്ലാക്ക് കോഫി, നല്ല അടിപൊളി കാപ്പി. അപ്പോൾ കാപ്പിയുടെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ എടുത്തിരുന്നത് റസ്ക്കും അതുപോലെ തന്നെ കുറച്ച് കപ്പ വറുത്തതുമാണ്. അപ്പോൾ പിന്നീട് മക്കൾക്ക് കുറച്ച് വേറെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ച് അച്ചപ്പം, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു അച്ചപ്പം പോലത്തെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അച്ചപ്പം. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും കുറച്ച് 2-3 പീസ് പിസ്സ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമ്മൾ വൈകുന്നേരം ചായക്ക് എടുത്തു. അങ്ങനെ വൈകുന്നേരത്തെ ഈവനിങ് ടീ ആൻഡ് സ്നാക്ക് കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ കാപ്പിയും കുടിച്ചു, എന്തൊക്കെയോ പല സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചു. അതുകൊണ്ട് അത്യാവശ്യം വയറ് സ്റ്റൊമക്ക് ഫില്ലായി അങ്ങനെ അങ്ങിരുന്നു. അതിനുശേഷം ഇതൊക്കെ ഈ ചായയും കാപ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുടിച്ചത് കൊണ്ട്, അതായത് സ്നാക്സും കാപ്പിയൊക്കെ കുടിച്ചത് കൊണ്ട് രാത്രി അപ്പോൾ നമുക്ക് വലിയ വിശപ്പില്ലായിരുന്നു. അപ്പോൾ ഡിന്നറിന് ലൈറ്റായിട്ട് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു മട്ടൺ സൂപ്പ് ഉണ്ടല്ലോ, വളരെ സിമ്പിളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മട്ടൺ സൂപ്പിൻ്റെ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ഞാൻ കുറച്ച് മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണേലും ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള റെസിപ്പി എന്ന് പറയുന്നത് ചെന്ന് കാണണം. ഇത് തുടക്കക്കാർക്കും ബാച്ചിലേഴ്സിനും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പി വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വാട്ട് ഐ ഈറ്റിൻ്റെ ഡേയുടെ ഇടയിൽ ഞാൻ ഈ മട്ടൺ സൂപ്പ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതെൻ്റെ ഡിന്നറിൻ്റെ വിശേഷമായിട്ട് ഇതിൽ ഞാൻ റെസിപ്പീസും കാര്യങ്ങളും ഒന്നും പറഞ്ഞു പോകുന്നില്ല. ഞാനിതാ മട്ടൺ കുക്കറിലിട്ടിട്ട് 6-7 വിസിൽ കേൾപ്പിച്ച് മട്ടൺ വേവിച്ചെടുത്തു. ഇനി താളിച്ച് ഊറ്റൽ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിന്നർ വളരെ സ്പെഷ്യലായിട്ടുള്ള ഡിന്നറാണ്. അപ്പോൾ മട്ടൺ സൂപ്പാണ് നമ്മളിന്ന് ഡിന്നറിനായിട്ട് കുടിക്കുന്നത്. മക്കൾക്ക് വേറെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ അവർക്ക് വേണ്ടിയും കൂടിയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്പൈസി ആയിട്ട് പെപ്പർ പൗഡറിൻ്റെ ഒരുപാട് സ്പൈസും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല, മക്കൾക്കും കൂടി വേണ്ടിയിട്ട് റെഡിയാക്കുന്നത് കൊണ്ട്. അപ്പോൾ ഞാനും ഇക്കായും രാത്രി ഡിന്നറായിട്ട് കഴിച്ചത് ഈ ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മട്ടൺ സൂപ്പാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഏകദേശം സൂപ്പിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇതിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണേലും ഇതിൻ്റെ ഈ ഒരു റെസിപ്പി അറിയാത്തവർ, ഇത് കോമൺ ആയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ അറിയാത്തവർ ഇത് എന്ത് ചെയ്യുക, എന്താണേലും കണ്ടതിന് ശേഷം മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഡിന്നറിൻ്റെ ഞങ്ങളുടെ ഡിഷ് കണ്ടല്ലോ, വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ മട്ടൺ സൂപ്പ്, പെപ്പർ പൗഡറും മഞ്ഞൾപ്പൊടിയും ചെറുജീരകമൊക്കെ ചേർത്തിട്ടുള്ള ഒരു സിമ്പിൾ മട്ടൺ സൂപ്പ്. ലഞ്ചും ഈ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഉച്ച ഊണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള നൈസ് പത്തിരിയും അതുപോലെ തന്നെ മട്ടൻ കറിയും പിന്നെ വൈകുന്നേരത്തെ ബ്ലാക്ക് കോഫിയും ഈവൻ സ്നാക്കും എല്ലാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. താങ്ക് യു ഫോർ watching.